ഹായ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇന്നലെ ഞാൻ ഇവിടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ടങ് റോളിങ് കാണിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ എന്താ കാരണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജും കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആക്ച്വലി ഇത് നമ്മൾ ലോക്കൽ ടങ് റോളിംഗ് എന്ന് പറയില്ലേ, അതാണ്. സയൻറ്റിഫിക്കായി പറയുമ്പോൾ ഓറോസ്റ്റനിക് സിൻഡ്രോം അല്ലെങ്കിൽ ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് ഡെഫിഷ്യൻസി എന്നൊക്കെ പറയുക. ഈ അസുഖത്തിന് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു മരുന്ന് എന്ന് പറഞ്ഞ് കൊടുക്കാൻ അങ്ങനെ ഇല്ല. നോർമൽ ഇത് പറയുന്നത് മറ്റേ നമ്മുടെ മഗ്നീഷ്യം, മാംഗനീസ്, കൊബാൾട്ട്, ഫോസ്ഫേറ്റ് എന്നീ മിനറൽസിൻ്റെ കുറവ് കൊണ്ടാണ് ഇത് വരുന്നതെന്നാണ് പറയുന്നത്. നമ്മുടെ ഡോക്ടർമാരടുത്ത് ചോദിച്ചപ്പോഴും അതേപോലെ നമ്മൾ ഗൂഗിൾ സെർച്ച്, യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കിയതാണ്. ഇതിപ്പോൾ നമുക്ക് ഇത് നേരത്തെ 1-2 തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈബ്രാക്കാൽ ജെല്ല് അല്ലെങ്കിൽ നമ്മൾ നോർമൽ കൊടുക്കുന്ന ആസ്കാൽ ജെല്ല്, കാൽസ്യം ജെല്ലുകൾ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് മഗ്നീഷ്യം, മാംഗനീസ് എന്നിവയുടെ അളവ് കൂടുതലുള്ള, പെർസെൻറ്റേജ് കൂടുതലുള്ള കാൽസ്യം ജെല്ലുകൾ കൊടുത്തു കഴിഞ്ഞാൽ കുറയാറുണ്ട്. ഇന്നലെ ഇവൾക്ക് വൈബ്രാക്കാലാണ് കൊടുത്തത്. ഇത് കണ്ടോ, ഇപ്പോൾ കാര്യമായിട്ട് ടങ് റോളിംഗ് ഒന്നുമില്ല. ചെയ്യുന്നുണ്ട്, അങ്ങനെ ഫ്രീക്വൻ്റ് അല്ല. ഇത് സിവിയർ ആവുന്ന സമയത്ത് ഈ പുൽത്തൊട്ടിയുടെ സൈഡ് കംപ്ലീറ്റ് നാവിട്ട് ഉരയ്ക്കും. നാവ് പൊട്ടുന്ന കണ്ടീഷനിലായിട്ട് ഉരയ്ക്കുക. നല്ല ഉരവുള്ള പുൽത്തൊട്ടിയൊക്കെ ആണെങ്കിൽ നാവ് പൊട്ടും. അത്രയും ഫ്രീക്വൻ്റായിട്ട് നാവിട്ട് ഇങ്ങനെ ചുഴറ്റിക്കൊണ്ടിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. റെസ്റ്റ് ഉണ്ടാവില്ല, ശരീരം നന്നായിട്ട് ശോഷിച്ച കണ്ടീഷനാവും. ഇവൾക്ക് ആൾറെഡി നമ്മൾ ലിവർ ടോണിക്കുകളെല്ലാം കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുത്തതാണ്. അത്യാവശ്യം നല്ല കറവയുള്ള പശുവാണ്. പിന്നെ കൂടുതൽ കറക്കുന്ന പശുക്കളിലാണ് ഇത് വരിക. നമ്മൾ കൊടുക്കുന്ന മിനറൽസ് നമ്മൾ ഡെയിലി 50 ഗ്രാം വെച്ചിട്ടാണ് അഗ്രിമിൻ സൂപ്പർ നമ്മൾ ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കാൽശക്തിയുടെ കാൽസ്യം ജെല്ല് കൊടുക്കുന്നുണ്ട് 50 മില്ലി വീതം. ഇതെല്ലാം കൊടുത്തിട്ടും ഇവൾക്ക് ഇങ്ങനെ വരുന്ന പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സാധനം അവരുടെ ശരീരത്തിന് ആവശ്യമായത് പോരാ എന്നുള്ളതാണ് കണക്ക്. ഇപ്പോൾ നോർമൽ നമ്മൾ നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞത് 1 കിലോ ഉപ്പ്, പിന്നെ നമ്മൾ സാധാരണ കൊടുക്കുന്ന മിനറൽ മിക്സർ, അത് കുറച്ച് നമ്മൾ ഈ പറഞ്ഞ മഗ്നീഷ്യം, കൊബാൾട്ട്, മാംഗനീസ് എന്നിവയെല്ലാം അളവ് കൂടുതലുള്ളത്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് നമ്മൾ കൊടുക്കണതിൽ ഈ ചിലേറ്റഡ് അഗ്രിമിൻ സൂപ്പറില്ലേ, ഇതിലാണ് ഈ ഇൻഗ്രീഡിയൻസ് ഇതിൽ കൂടുതലുള്ളത്. നിങ്ങൾക്കത് ഇതിൽ കാണാം, നോക്കിയോ. മഗ്നീഷ്യം 6000 mg, മാംഗനീസ് 3000 mg, അതേപോലെ കാൽസ്യത്തിൻ്റെ അളവ് 24.6%, പിന്നെ കൊബാൾട്ട് 200 mg. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ അളവ് കൂടുതലുള്ളത് ഈ അഗ്രിമിൻ സൂപ്പറിലാണ്. അപ്പോൾ ഇത് 1 കിലോ, ഉപ്പ് 1 കിലോ, കല്ലുപ്പ്, പിന്നെ മഗ്നീഷ്യം സൾഫേറ്റ്, നമ്മൾ ആ പിങ്ക് കളറായിട്ട് ജെല്ല് പോലെ ഒരു പൊടി വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ വളക്കടയിലോ അല്ലെങ്കിൽ കെമിക്കൽസൊക്കെ വിൽക്കുന്ന സ്ഥലത്തോ ഒക്കെ. ഇത് 3ഉം കൂടെ മിക്സ് ചെയ്തിട്ട് 50 മുതൽ 70 ഗ്രാം വരെ ഒരു ദിവസം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഗ്രിമിൻ സൂപ്പറും കല്ലുപ്പ് ആൾറെഡി നമ്മളെല്ലാവർക്കും 50 ഗ്രാം വെച്ച് കൊടുക്കുന്നുണ്ട്, അത് സ്റ്റോക്കുണ്ട്. പിന്നെ മറ്റേ മഗ്നീഷ്യം സൾഫേറ്റ് മാത്രം 1 കിലോ ഒന്ന് വാങ്ങിക്കണം. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതാണ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ കാൽസ്യം ജെല്ലും ബാക്കി നമ്മൾ ഈ അഗ്രിമിൻ സൂപ്പർ ഇതൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവൾക്ക് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ അറിയാം, ടങ് റോളിംഗ് ഒന്നും കാര്യമായിട്ടില്ല. അപ്പോൾ ഇത്ര നേരമായിട്ട് അവൾ കാണിച്ചില്ലല്ലോ. ഇന്നലെ ഫുൾ ടൈം ആയിരുന്നു. പിന്നെ ഇത് കൊടുക്കുന്നതിന് മുമ്പ് ഡീവോമിങ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡീവോമിങ് ആൾറെഡി ചെയ്ത കക്ഷിയാണ്. അപ്പോൾ ഇതാണ് ഇവൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അറൗണ്ട് 20 ദിവസം കൊടുക്കാൻ പറഞ്ഞു. കുറച്ച് പതുക്കെ റെഡി ആയി വരുള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ശരി. ഇപ്പോൾ